ചിലത് അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കിട്ടണമെന്നില്ല, പക്ഷേ അത് കിട്ടേണ്ട സമയത്ത് കിട്ടും. UDF മന്ത്രിസഭയിൽ മന്ത്രി പട്ടികയുടെ അവസാനം വരെ പരതിയിരുന്ന ഒരു പേരായിരുന്നു ചാണ്ടി ഉമ്മന്റേത്. മാധ്യമങ്ങൾ സാധ്യത പട്ടിക നിരത്തിയപ്പോൾ ഒന്നാം നിരയിലെ തലയെടുപ്പുള്ള പുതുപ്പള്ളി MLA തെരഞ്ഞെടുപ്പിൽ തന്റെ അച്ഛനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഏകദേശം 63% വോട്ട് നേടി സഭയിലെത്തിയ നേതാവായതുകൊണ്ടും അതിലുമുപരി ജനകീയനായതുകൊണ്ടും ചാണ്ടി ഉമ്മന്റെ മന്ത്രിസ്ഥാനം പലരും പ്രതീക്ഷിച്ചു. പക്ഷേ ഒരിടത്തും ആ പേരുണ്ടായിരുന്നില്ല. ഇന്ന് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ വേളയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മറിയാമ്മ ഉമ്മൻ ചാണ്ടി ഉമ്മന്റെ മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ചാണ്ടി ഉമ്മൻ മന്ത്രിയാകാഞ്ഞത് കേരളത്തിന്റെ തീരാ നഷ്ടം എന്നാണ്. ചാണ്ടി ഉമ്മന്റെ കാര്യത്തിൽ എവിടെയെങ്കിലും കോൺഗ്രസിന് പിഴച്ചു പോയോ എന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന വാക്കുകളാണ് മറിയാമ്മ ഉമ്മന്റേത്. മന്ത്രിയാകുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു, ആകാതിരുന്നപ്പോൾ വിഷമമുണ്ടായി. പക്ഷേ ദൈവത്തിന് വേറെ പ്ലാൻ ഉണ്ട്. കേരളത്തിലെ 14 ജില്ലകളും ഉമ്മൻചാണ്ടി ഫാക്ടർ ഉണ്ടായിരുന്നു. ചാണ്ടി ഉമ്മൻ മന്ത്രിയാകാത്തത് കേരളത്തിന്റെ നഷ്ടം, ഇതായിരുന്നു അവരുടെ വാക്കുകൾ. വ്യത്യസ്ത ശൈലിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി വൻ ഭൂരിപക്ഷം നേടിയെടുത്ത യുവ നേതാവാണ് ചാണ്ടി ഉമ്മൻ. ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും ഒഴിവാക്കി സൈക്കിൾ ചവിട്ടിയാണ് തന്റെ പ്രചാരണം ചാണ്ടി ഉമ്മൻ നടത്തിയത്. ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേടിയത് 63%-ലധികം വോട്ടുകൾ. ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി ചാണ്ടി ഉമ്മൻ ഭംഗിയായിട്ട് നിർവഹിച്ചു. ചാണ്ടി ഉമ്മൻ എന്തേ മന്ത്രിയായില്ല എന്ന് പൊതുജനം വരെ ചോദിച്ചു. എന്തായാലും അത് ദൈവത്തിന്റെ പ്ലാനാണ്, അത് ഉറപ്പായും നടപ്പിലാകുന്നവരെ കാത്തിരിക്കാം. അതേസമയം ഇന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ 3ാം ഓർമ്മ ദിനം. 3ാം ചരമദിനം ആചരിക്കുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ആകെ മാറി. 10 വർഷത്തെ ഇടതുഭരണം അവസാനിച്ച് ഉമ്മൻചാണ്ടിയുടെ UDF അധികാരത്തിലെത്തി. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു കോൺഗ്രസുകാരൻ സംസ്ഥാന മുഖ്യമന്ത്രിയായി. ആഘോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഇടയിലും സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ സങ്കടമാണ് ഉമ്മൻചാണ്ടി ഇല്ലാത്ത കാലം. KSU യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹി മുതൽ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾ വരെ കേൾക്കുന്ന ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി. അതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലി. അത് എത്ര ചെറിയ വിഷയമായിരുന്നാലും സാമുദായിക സംഘടനകളെ കൈകാര്യം ചെയ്യുന്നതിലെ സോഷ്യൽ എഞ്ചിനീയറിംഗും ഉമ്മൻചാണ്ടിയോളം മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. ആ അച്ഛന്റെ മകനാണ് ചാണ്ടി ഉമ്മൻ. അപ്പോൾ മാറ്റൊട്ടും കുറയില്ല. മറിയാമ്മ ഉമ്മൻ നൽകിയ പ്രതികരണം കൂടി ചേർക്കുന്നുണ്ട്, കാണാം. ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിലേക്ക് വരണം, ഒരുപക്ഷെ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന ഒരാൾ മന്ത്രിസഭയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് നടക്കാതെ പോയതിൽ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു, ആന്റി അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. ചിലപ്പോൾ കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അവസാനം പിന്നെ നിങ്ങൾ മീഡിയക്കാരൊക്കെ പറഞ്ഞു ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷെ അത് നടന്നില്ല. ദുഃഖമാണെന്ന് ചോദിച്ചാൽ ദുഃഖമുണ്ട്, പക്ഷെ ആ ദുഃഖത്തോടെ അതിനെ അംഗീകരിക്കുന്നു. ചാണ്ടിയമ്മൻ ആകണ്ട എന്നുള്ള ദൈവീതം ആയിരുന്നെങ്കിൽ, ആകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി ദൈവം ഒരുക്കത്തില്ലായിരുന്നു. മിനിസ്റ്റർഷിപ്പ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ലൈഫ്. പിന്നെ മന്ത്രിസ്ഥാനം ജീവിതത്തിൻ്റെ അവസാനമല്ല, ആണോ? അത് 1,20,000 ആണ് ഇവിടെ പോൾ ചെയ്ത വോട്ട്. അതിൽ ഒരു 63% വോട്ടാണ്. മറ്റിടത്തേക്ക് 63% ഉമ്മൻചാണ്ടി ഉമ്മൻ്റെ വോട്ട്. അതിലൂടെ ഒരു അമ്മയ്ക്ക് സന്തോഷിക്കാൻ ഉമ്മൻചാണ്ടിയെക്കാട്ടി വലിയ ഭൂരിപക്ഷം നേടിയില്ലേ? മന്ത്രിസ്ഥാനത്താണെങ്കിൽ അവർ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് 14 ജില്ലയിലും കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കേരളത്തിൻ്റെ ഒരു നഷ്ടം.